Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത അമിതമായി മനസ്സിലേക്ക് വരുന്നു. അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് കരുതിയാൽ പോലും വീണ്ടും വീണ്ടും അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? അതായത് പ്രസന്റ് ലൈഫിലേക്ക് കുറച്ചുകൂടി എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുക, കുറെ കൂടി മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇതിനു വേണ്ടി നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒബ്സസീവ് തോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മെയിൻ റീസൺ നമ്മൾ അവരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇവരെ സ്റ്റോക്ക് ചെയ്യുന്നത് കുറച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് അവരെ കുറിച്ചുള്ള ഒബ്സസീവ് തോട്ടുകൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെ ഇരിക്കുന്നു, അവരുടെ ഫീലിങ്സ് ഹാപ്പി ആണോ, അവർ സാഡ് ആണോ, അവരെന്നോട് സംസാരിക്കുന്നുണ്ടോ, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ പറ്റാത്തതിന് അവർക്ക് വിഷമമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണമായിരിക്കാം പലപ്പോഴും നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നത്, അവരോട് ചോദിക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യം നമുക്കൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഓവർ തോട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാം. അതായത് അവരെ സോഷ്യൽ മീഡിയയിൽ കൂടുതലായി സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തിനെ കുറിച്ചാണോ സ്റ്റോപ്പ് ചെയ്യണം, അതായത് ഞാൻ ഇനി ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിന് തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ മറ്റേതെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, നിങ്ങൾക്ക് ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അപ്പോൾ അവരിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിലുള്ള സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനുള്ള ചെറിയ ചെറിയ സൊല്യൂഷനൊക്കെ നമുക്ക് തരാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവരുമായിട്ടൊരു ഹെൽപ്പ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓവർ തിങ്കിങ് ഒക്കെ നേരിടുന്ന സമയത്ത് ഇത് മറ്റൊരാളോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകളോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാരണമല്ല, ചിലപ്പോൾ അത്രത്തോളം വൾണറബിൾ ആയിരിക്കില്ല. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ് പിന്നീട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മുടെ ലൈഫിൽ സോൾവ് ആവുന്ന സമയത്ത് വീണ്ടും ഇവരോട് സംസാരിക്കേണ്ടേ, അപ്പോൾ ഒരു സംസാരിക്കാനുള്ള ഒരു ചമ്മലുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമായിരിക്കാം. അതല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായൊരു സൊല്യൂഷൻ നമുക്ക് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അതിനുള്ള സൊല്യൂഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട കാര്യം. ഇനി മൂന്നാമതായി, നമുക്ക് ഒരാളെ കുറിച്ച് കൂടുതലായിട്ട് തോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കുന്നത് നമുക്കതിനുള്ള സമയം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. അതായത് മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം കൂടുതലായി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വി ഹാവ് ഇനഫ് ടൈം. നമ്മൾ ഒരുപാട് ടൈം നമ്മുടെ കയ്യിലുണ്ട്, മറ്റൊന്നിനു വേണ്ടിയും ഉപയോഗിക്കാതെ, മറ്റൊരു കാര്യവും ചെയ്യാതെ ഇതിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിക്കൊള്ളട്ടെ, ഇനി കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു കാര്യമായിക്കൊള്ളട്ടെ, ഡസൻ മാറ്റർ. എന്തെങ്കിലും ഒരു കാര്യം, അത് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറെ കൂടി അത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. സോ എന്തെങ്കിലും ഒരു ഹോബിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു ഗൈഡൻസോ വാട്ടെവർ എന്ത് തന്നെയാണെങ്കിലും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സമയം കുറച്ച് അതിനു വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചിന്ത കുറെ കൂടി അതിലോട്ട് പോവാൻ
നമുക്ക് അതിന് കഴിയും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നിർബന്ധിതനാവും അല്ലെങ്കിൽ നിർബന്ധിതയാവും എന്നുള്ളതാണ്. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മുടെ ടൈം, നമ്മുടെ എനർജി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പതിയെ പതിയെ അതിലോട്ട് വരും. സോ നിങ്ങൾക്ക് ഇനഫ് ടൈം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടി നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫൈനലി, നമ്മൾ എപ്പോഴും മറ്റൊരു വ്യക്തിയെ കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റൊരു വ്യക്തിക്ക് നൽകുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നം നേരിടേണ്ടി വരുന്നത്. അതായത് ആ വ്യക്തി എന്നോട് സംസാരിക്കുന്നില്ല, ആ വ്യക്തി എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ വളരെ ഓവർ തിങ്കിങ്ങിലോട്ട് പോകുന്നു. ഇതൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്നത് നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ലൈഫിൽ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നേരിടുമ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ നമുക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകുക, നമ്മൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സ് നമ്മൾ അലോ ചെയ്യാം. പലപ്പോഴും ഒന്ന് കരയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അലോ ചെയ്യില്ല, അതിങ്ങനെ പിടിച്ചു വെക്കും. നോ, നമുക്കൊന്ന് ചിരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്കൊന്ന് ഒരാളോട് സംസാരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്കൊന്ന് കരയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ ഫീലിങ്സ് ആണ്. ഇങ്ങനെയുള്ള ഫീലിങ്സുകളൊക്കെ ഫീൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്വയം നമ്മളെ തന്നെ അലോ ചെയ്യുക. ഇങ്ങനെ നമുക്ക് തോന്നുന്ന ഫീലിങ്സുകളൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ അലോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് റിലീഫ് നേടാൻ സാധിക്കും. ചിലപ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. പക്ഷേ സംസാരിക്കാൻ തയ്യാറാവാതെ, ആ ഒരു സംസാരിക്കണമെന്ന ആഗ്രഹം ഉള്ളിൽ ഒതുക്കി സ്വയം ഇങ്ങനെ സപ്രസ് ആവുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചിരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമേജാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഫീലിങ്സുകൾ എന്താണോ അത് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലോ ചെയ്യുക. സ്വയം നിങ്ങളെ തന്നെ അലോ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു സെൽഫ് ലവിന്റെ ഭാഗം കൂടിയാണ്. മറ്റൊരാൾക്ക് അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. മാത്രമല്ല, നമ്മൾ കുറെ കൂടി റിലാക്സ്ഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ കുറെ കൂടി സ്നേഹിക്കാൻ തുടങ്ങുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ പ്രയോറിറ്റൈസ് ആവുക. ഇതൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ കോൺഷ്യസ് ആയി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒബ്സസീവ് തോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് മാറി കുറെ കൂടി മൈൻഡ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത വരുന്ന സമയത്ത് വന്നോട്ടെ, അത് അലൗ ചെയ്യാം. പക്ഷേ അത് തന്നെ ആ ഒരു ഡേ കംപ്ലീറ്റ് അവരെ കുറിച്ച് തന്നെ ചിന്തിക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ നമ്മുടെ സർക്കിൾ കുറെ കൂടി വലുതാവും, നമുക്ക് കുറെ കൂടി കോണ്ടാക്റ്റുകളായിരിക്കും, നമ്മുടെ നെറ്റ്വർക്കിംഗ് കൂടും. അപ്പൊ നമ്മൾ കുറെ ടൈം അങ്ങനെ സ്പെൻഡ് ആവും. കുറെ നമ്മളിങ്ങനെ കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും, ഓക്കെ, നമ്മൾ കുറെ കൂടി പ്രൊഡക്റ്റീവ് ആവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള തോട്ടിൽ ഇങ്ങനെ സ്റ്റക്കായിരുന്നത് കൊണ്ട് ലൈഫിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, മറിച്ച് അത് എനിക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുക, മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുക, നിങ്ങളുടെ ഫീലിങ്സുകളെ അലോ ചെയ്യുക, അത് ഫീൽ ചെയ്യുക. മാത്രമല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടിക്കലായി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. ഇങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാ ആളുകൾക്കും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്